ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരറ്റ് ജ്യൂസാണ്. ക്യാരറ്റിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും കൂടിയും ചേർത്തിട്ടാണ് വെറൈറ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചൂടുകാലമാണല്ലോ, നമ്മൾ പലതരത്തിലുള്ള ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ക്യാരറ്റ് വേവിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അതിൻ്റെ കൂടെ ഇഞ്ചി ചേരുന്നൊന്നും മാത്രമല്ല, ശരിക്കും നമുക്ക് റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കഴിയുന്നത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചില മിക്സിയിൽ അരിഞ്ഞു കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഞാൻ കഴിയുന്നത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം, കൂടുതൽ വേണ്ട, ഒരു നുള്ളു മതി. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഞാൻ 2 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്, 2 വലിയ ഗ്ലാസ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2.5 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളത് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കുന്നത് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ടായിരിക്കും, അറിയാലോ, ക്യാരറ്റ് ആകുമ്പോൾ. അപ്പോൾ സാമാന്യം നല്ല കണ്ണി അകലം കുറഞ്ഞ അരിപ്പയിലിട്ടിട്ട് തന്നെ അരിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുകയാണ്. നമുക്ക് വിരുന്നുകാരൊക്കെ വരികയാണെങ്കിലും അതല്ല, നമുക്ക് വീട്ടിൽ എപ്പോഴെങ്കിലും ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഇതിന് ആവശ്യമുള്ളൂ. സാധാരണ നമ്മൾ ക്യാരറ്റും ഏലക്കായും പഞ്ചസാരയും ഇട്ടിട്ട് ജ്യൂസ് അടിക്കാറുണ്ട്. പക്ഷേ ഇത് ഇഞ്ചി കൂടി ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറൊരു ലെവലായി മാറും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പേ ഞാൻ വേറെ ഒരുപാട് ജ്യൂസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.